ഒരിക്കൽ ഭഗവാൻ ശിവനും പാർവതി ദേവിയും തമ്മിൽ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവരിൽ ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരുടെയും സംസാരം. മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു, ദേവി പാർവതി, എന്നേക്കാൾ നന്നായി നൃത്തം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. അതിന് പാർവതി ദേവി മറുപടി പറഞ്ഞു, നാഥ, താങ്കൾ ഇതുവരെ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ മഹാദേവനും പാർവതി ദേവിയും തമ്മിലുള്ള വാദപ്രതിവാദം തുടർന്നു. അപ്പോൾ അവിടെ ഗണപതി ഭഗവാൻ എത്തി. മഹാദേവനും പാർവതി ദേവിയും ഗണപതിയോട് ചോദിച്ചു, മകനെ, ഞങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നത്, നീ പറയൂ. ഗണപതി ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ നിങ്ങളുടെ നൃത്തം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് മികച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ശരി, ഞങ്ങൾ രണ്ടുപേരും നൃത്തം ചെയ്യാം. അതിനുശേഷം ഞങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നതെന്ന് നീ പറയണം. ഇത് പറഞ്ഞ് മഹാദേവനും പാർവതി ദേവിയും നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗണപതി ഭഗവാൻ അവരുടെ നൃത്തം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അമ്മയുടെയും അച്ഛന്റെയും നൃത്തം ഒരുപോലെയാണല്ലോ, ആരെയാണ് ഞാൻ മികച്ചതെന്ന് പറയേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. നൃത്തം കഴിഞ്ഞ് മഹാദേവനും പാർവതി ദേവിയും തങ്ങളുടെ നൃത്തത്തെക്കുറിച്ച് ചോദിച്ചു. ഗണപതി ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാതാവേ, പിതാവേ, നിങ്ങൾ രണ്ടുപേരുടെയും നൃത്തം ഞാൻ കണ്ടു. ആരാണ് മികച്ചതെന്ന് എനിക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയും. അത് കേട്ട് മാതാപിതാക്കൾ ആകാംക്ഷയോടെ കാതോർത്തു. ഗണപതി ഭഗവാൻ തുടർന്നു, പിതാവിന്റെ നൃത്തത്തിൽ പ്രപഞ്ചത്തിന്റെ താളവും ശക്തിയുമുണ്ട്. മാതാവിന്റെ നൃത്തത്തിലാകട്ടെ സൃഷ്ടിയുടെ സൗന്ദര്യവും ലയവുമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേർപിരിക്കാനാകാത്ത ഒന്നിന്റെ രണ്ട് ഭാവങ്ങളാണ്. നിങ്ങളുടെ ഓരോ ചലനത്തിലും പരസ്പരം പൂർണ്ണമാക്കുന്നൊരു ഈശ്വര കലയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇരുവരും ചേർന്ന് നൃത്തം ചെയ്യുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൗന്ദര്യത്തെയും പൂർണ്ണതയെയും പ്രതിഫലിപ്പിക്കുന്നു. എന്റെ കണ്ണിൽ നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച നർത്തകർ. ഗണപതി ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് മഹാദേവനും പാർവതി ദേവിയും അളവില്ലാത്ത സന്തോഷത്താൽ പുഞ്ചിരിച്ചു. തങ്ങളുടെ മകൻ തങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും തങ്ങളെ എങ്ങനെയാണ് അവൻ കാണുന്നതെന്നും അവർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്, ജയ് മാ പാർവതി, ജയ് ശ്രീ ഗണേശ്.